ഹായ് ഗൈസ്, ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് കുറച്ച് വർക്ക് റിലേറ്റഡും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് ഏതായാലും ഇന്ന് തൊട്ട് നമ്മൾ പരിപാടി വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മുതൽ എന്നും നമ്മുടെ ചാനൽ റിയാക്ഷൻസും നമ്മുടെ മൂവി റിവ്യൂസും അതുപോലെ തന്നെ അനാലിസിസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്ര നാളെ സപ്പോർട്ട് മുമ്പോട്ടും തരിക. അപ്പോൾ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഐ നോബഡിയുടെ ട്രെയിലറാണ്. അപ്പോൾ ഈ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളൊരു പടമാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ നിസാം ബഷീർ, ഫ്രം ദ ഡയറക്ടർ ഓഫ് കെട്ടിയോളാൻ്റെ മാലാക, അതുപോലെ തന്നെ നമ്മുടെ റഷാക്ക്, പിന്നെ പൃഥ്വിരാജാണ് ഇതിൻ്റെ നായകനായിട്ട് വരുന്നത്, പാർവതി നായികയായിട്ട് വരുന്നു, ജെയ്ക്സ് ബിജോയ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ടീസർ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിരുന്നു, അതും അത്യാവശ്യം നല്ല പ്രോമിസിംഗ് ആയിരുന്നു. ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബാങ്ക് റോബറിയും പിന്നെ അതിനെ ആസ്പദമാക്കി നടക്കുന്ന കുറേ ഇൻസിഡൻസും കാര്യങ്ങളും, പൃഥ്വിരാജ് ഏതോ ബാങ്കിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിലർ ഒന്ന് ഇറങ്ങിയാൽ കണ്ട് മൊത്തം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ തുടങ്ങാം. 2 മിനിറ്റും 15 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാൽ കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, E4 എന്റർടൈൻമെന്റ്, പാർവതി. ആക്ച്വലി എനിക്കൊന്ന് പൃഥ്വിരാജും പാർവതിയുടെ 3ാമത്തെ പടം തോന്നുന്നു. എന്നിന്റെ മൊയ്തീൻ കഴിഞ്ഞ് മൈ സ്റ്റോറി കഴിഞ്ഞിട്ട് 3ാമത്തെയാണെന്ന് തോന്നുന്നത്. നമ്മുടെ പണ്ടത്തെ ഇങ്ങനെ പേര് ഞാൻ പറയാം, പണ്ടത്തെ ആക്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ. കണ്ടല്ലോ അശോകൻ. പ്രൊഡ്യൂസ്ഡ് ബൈ ബഞ്ച് ഓഫ് നോബഡീസ്. കൊള്ളാം. Nobody. Nice. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവൻ ഒരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. ഒരു കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും സംഭവിക്കുന്നതാന്ന് തോന്നുന്നു. അതായത് എന്തോ പുള്ളിയുടെ മിസ്റ്റേക്ക് കുറെ പൈസ പോകുന്നു, അല്ലെങ്കിൽ തട്ടിക്കപ്പെടുന്നു, അങ്ങനത്തെ റോബറിയാന്ന് തോന്നുന്നു. നൈസ്. ജീവനോടില്ല. ജൂബിലി 9 നൈസ്, കൊള്ളാം. എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ഒരു ടെറൈൻ എന്താണെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരി റിവീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ മലയാളം പടത്തിൻ്റെ ട്രെയിലേഴ്സിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ബാക്കിയുള്ള ലാംഗ്വേജിലുള്ള പടത്തിനേക്കാൾ റിവിലേഷൻ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അതായത് നമ്മൾ പടം കണ്ടാൽ മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അങ്ങനത്തെയാണ് കൂടുതലും. കഥ മൊത്തത്തിൽ അങ്ങ് പറയില്ല. അത് ഏതായാലും റിയലി നൈസ് ചോയ്സ്. കാരണം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ത്രില്ലോടെ ഇതില്ലല്ലോ. എന്നാൽ നമുക്ക് എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ചെറിയൊരു ഐഡിയ ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഐഡിയ നമുക്കില്ല. സോ ഉള്ള എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബിജിഎം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെയ്ക്സ് ബിജോയുടെ ഹൈ വോൾട്ടേജ് സാധനമൊന്നുമല്ല. പക്ഷേ ഈ പടത്തിന് എന്താണോ വേണ്ട ആ ഒരു സാധനം ട്രെയിലറിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. പടത്തിൽ മേ ബി അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പിന്നെ ഡയറക്ടറിലാണ് ഞാൻ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലർ നൈസ് ആയിട്ടുണ്ട്. ഈ പടം എന്തായാലും കാണണം. കാരണം എനിക്ക് ടീസർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഹേസ്റ്റ് അല്ല. അതായത് ഒരു ബാങ്ക് റോബറി എന്തോ സംഭവത്തിൽ ഇയാൾ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതിനാണ് എന്തോലും കാരണത്തിൽ ഇയാളുടെ മിസ്റ്റേക്കിനോട് റോബറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നെ അതിന് സംഭവപൂർവമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് സംഭവിച്ചത്, പിന്നെ എല്ലാ ടെസ്റ്റ് കാര്യങ്ങളുണ്ടോന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ ട്രെയിലർ കാണുമ്പം ചിലവർ ചെയ്യുന്നവരോട് ഈ ട്രെയിലർ കണ്ടിട്ട് ആ പടത്തിനെ കുറിച്ച് ഊഹിച്ച് ഭയങ്കരമായിട്ട് പറയും. എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഡീകോഡിങ് ഒക്കെ പരിപാടിയില്ല. എനിക്ക് അതിനോട് നമുക്കത്
അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നില്ല. കാരണം നമ്മൾ ആലോചിച്ച് ഭയങ്കര വലിയൊരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ ആലോചിച്ച് കയറ്റിയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ആ ഒരു എക്സ്പെക്ടേഷൻ അത്രയും സിനിമയ്ക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ നിരാശ. പടം നല്ലതാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും വന്നില്ലെന്ന് പറഞ്ഞാൽ നിരാശപ്പെടും. എപ്പോഴും നല്ല നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ, അത്രയും മനസ്സിൽ വെക്കുക. ഒരു മിനിമൽ എക്സ്പെക്ടേഷൻ മനുഷ്യന് വരും, സ്വാഭാവികം. ഒരു മിനിമൽ ലെവലിൽ എക്സ്പെക്ടേഷൻ നിർത്തിയിട്ട് സിനിമയ്ക്ക് പോയി എപ്പോഴും പോയി സിനിമ കാണുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു വേ. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഞാൻ അങ്ങനെ പണ്ട് ചെയ്യുമായിരുന്നു. ചില പടത്തിന് ഇപ്പൊ ചില ഹോളിവുഡ് മൂവീസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ ചെയ്യുന്നത്, അതായത് അതിന്റെ കുറച്ച് ടീസ് ചെയ്ത് ഈ ഈസ്റ്റർ എക്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടീച്ചറിൽ കാണിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മേ ബി ഇതിനകത്ത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് എക്സ്പെക്ടേഷൻ അങ്ങനെ കയറ്റി പോയി കാണും. എന്നിട്ട് ഒന്നും ഇല്ലാതെ ഈ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളെ മാർവലിലെ ഡോക്ടർ സ്ട്രേഞ്ച് സെക്കൻഡ് പാർട്ടുണ്ട്, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അതിനകത്ത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ. അതിനകത്ത് ഓരോ ഭാഗം കാണിക്കുമ്പോൾ മറ്റേ ഇലുമിനാറ്റി ഗ്രൂപ്പ് വരുന്നു, എക്സ്പെൻസ് വരും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഭയങ്കര ഹൈപ്പിൽ ഞാൻ പോയേ. പക്ഷേ ഒന്നുമില്ല. പിന്നെ ഞാൻ അനാവശ്യമായിട്ട് അതിനെക്കുറിച്ച് പല കോമിക് വീഡിയോകൾ കാണുന്നു, എക്സ്പെക്ടേഷൻ വീഡിയോസും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡീകോഡിങ് വീഡിയോസും അങ്ങനത്തെ കുറെ കണ്ടിട്ടൊക്കെയായിരുന്നു പോകുന്നത്. അപ്പൊ ഞാൻ പരിപാടി നിർത്തി. കാരണം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മൂഡിൽ പോയി ഗോ ആൻഡ് വാച്ച് ദ മൂവി. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒത്തിരി അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. സോ ഏതായാലും എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. എന്നാൽ എല്ലാവരും പടം തന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിസാം ബഷീറിന്റെ ആയതുകൊണ്ട് നല്ല പടമാണ്. പിന്നെ പൃഥ്വിരാജ് കുറച്ചായി, ഇപ്പൊ പൃഥ്വിരാജിന്റെ പടം വന്നിട്ട് കുറച്ചായെന്ന് തോന്നുന്നു. അപ്പം ഏതായാലും തിയേറ്റർ വാച്ചിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് എന്താണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.